കൂട്ടുകാരെ, നമുക്കിന്നൊരു കഥ കേട്ടാലോ? ഒരിക്കൽ നീലിമലക്കാട്ടിൽ ധാരാളം പക്ഷികൾ താമസിച്ചിരുന്നു. ഡാൻസുകാരിയായ മയിലമ്മ, പാട്ടുകാരിയായ തത്തമ്മ, സുന്ദരിയായ അരയന്നം, അങ്ങനെ ഒരുപാട് പക്ഷികളുണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ വൃത്തിക്കാരിയായ ഒരു കാക്കമ്മയും ഉണ്ടായിരുന്നു. അവളുടെ പേര് പഞ്ചമി എന്നാണ്. എല്ലാ പക്ഷികളും ഡാൻസും പാട്ടും കളികളും ഒക്കെയായി നടക്കുമ്പോൾ പഞ്ചമി മാത്രം അതിലൊന്നും പങ്കെടുക്കാതെ അതിരാവിലെ ഉണർന്ന് ഓരോ സ്ഥലത്തും ചെന്ന് അവിടെ മുഴുവൻ അങ്ങനെ വൃത്തിയാക്കിക്കൊണ്ട് നടക്കും. ചപ്പുചവറുകൾ പെറുക്കിക്കളഞ്ഞും മാലിന്യങ്ങൾ കൊത്തിത്തിന്നും അവൾ അങ്ങനെ നടക്കുന്നത് മറ്റു പക്ഷികൾക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. അവളെ അവർ അവരുടെ കൂട്ടത്തിൽ കൂട്ടിയതുമില്ല. അവളെ കാണുമ്പോൾ തന്നെ കൊത്തി ഓടിച്ചു കളയും. പഞ്ചമിക്ക് ഇതൊക്കെ കണ്ടപ്പോ സങ്കടം വന്നു. അന്ന് രാത്രി പഞ്ചമി പറന്ന് പറന്ന് പഞ്ചാര അരുവിയുടെ തീരത്തെ മരക്കൊമ്പിലിരുന്ന് മന്ത്രവാദിനിയായ മൂങ്ങമുത്തശ്ശിയോട് അവളുടെ സങ്കടമൊക്കെ പറഞ്ഞു. മൂങ്ങമുത്തശ്ശി ദേഷ്യത്തോടെ ഉറക്കെ പറഞ്ഞു, ഓടിവരും കാട്, പാട്ടുപാടും കാട്, കഥ പറയും കാട്. ഈ കാടിന്റെ മാനം കളയുന്ന തോട്ടസുന്ദരികളെ, മനസ്സിൽ വിഷം നിറച്ച് കുടിലതന്ത്രങ്ങളുമായി നടക്കുന്ന നിങ്ങൾ എന്തധികാരത്തിലാണ് നാട് മുഴുവൻ വൃത്തിയാക്കുന്ന എന്റെ പഞ്ചമിയെ ഉപദ്രവിച്ചത്? അവളെ കളിയാക്കി ഓടിച്ചത്? കാടിനെ ഭരിക്കുന്ന കാട്ടുമുത്തിയാണ് സത്യം. അടുത്ത അമാവാസി ദിവസം നിങ്ങൾക്കുള്ള ശിക്ഷ ഞാൻ നടപ്പാക്കാൻ പോവുകയാണ്. മുത്തശ്ശിയുടെ ശബ്ദം കാട് മുഴുവൻ മുഴങ്ങി കേട്ടു. പക്ഷികൾ പേടിച്ചു വിറച്ചു, ഉച്ചത്തിൽ കരഞ്ഞു. കൂട്ടുകാരെ, മൂങ്ങമുത്തശ്ശി എന്താ ചെയ്തതെന്നറിയാവോ? അമാവാസി എത്തട്ടെ, നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം കേട്ടോ. Hello friends, if you like our videos, please subscribe to our channel.